ഞാനാണ് അമ്മായി. എത്ര പേരുടെ വയറ്റി പോണ മാവാ ഇത്. നിങ്ങളോ? എന്താ എന്താ അമ്മായി, എന്തു പറ്റി? ഇത് വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ അമ്മായി. ഞങ്ങള് ഫുഡ് ചോദിച്ചു വന്നപ്പോഴേ അത് തരാത്തോണ്ട് ദൈവം തന്ന ശിക്ഷയായിരുന്നു. നീയൊക്കെ എല്ലാം കൂടി എന്നെ ഈ പരുവത്തിലാക്കിയത്, എന്നിട്ട് ന്യായം പറയുന്നോ? അതെ, ഞങ്ങളൊന്നും ചെയ്തില്ല. ഫുഡ് തരാത്തിന് പ്രതികാരം ചെയ്താണല്ലേ? അതെ, ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് തെളിവൊന്നുമില്ലല്ലോ. പോയി അമ്മ അങ്ങ് കുളിക്ക്. സഹായിക്കാൻ ഓടി വന്നപ്പോഴേ നമ്മളങ്ങ് കുറ്റക്കാരായോ? നീയൊക്കെ അല്ലാതെ വേറെ ആരും ഇത് ചെയ്യത്തില്ല. എന്നാ പിന്നെ അമ്മായി, ഈ കണക്ക് ഒരു ഡയറിയിൽ കുറിച്ചു വെച്ചോ. അതെ, ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞല്ലേ ഇവരെ സഹായിക്കാൻ വരണമെന്ന്. വാ പോവാം. കഷ്ടം. നിനക്കെല്ലാം ഞാൻ അളന്നു വെച്ചിട്ടുണ്ടടി. എന്തുവായി കാണിച്ചു വെച്ചേക്കുന്നത്? എനിക്ക് പോയി, ഞാനിതെങ്ങനെ സഹിക്കുവേ? എനിക്ക് വയ്യേ. അയ്യോ, വഴി തെളിയുന്നു. പഞ്ചമിയിൽ അമാവാസി വരുന്ന നാൾ. അമ്മേ, ഈ ശക്തി പരീക്ഷയ്ക്ക് അമ്മ തയ്യാറാവരുത്. ദിവസങ്ങളായി ഞാൻ നടത്തിയ രക്തപൂജയിൽ കണ്ട ഏക വഴിയാണത്. പഞ്ചമിയിൽ വരുന്ന അമാവാസിയിൽ ഒരു കന്യകയെ കൊന്ന് ഞാൻ അവളുടെ രക്തം കുടിക്കും. ആ കന്യകയിലൂടെ ഞാൻ ജീവിക്കും. നിന്നെപ്പോലെ മനുഷ്യനായി ഏത് സമയത്തും എനിക്ക് സഞ്ചരിക്കാൻ കഴിയും. പിന്നീട് എനിക്ക് ലക്ഷ്യം നേടാൻ നിന്റെ ആവശ്യമില്ല.
ആ ഹോസ്റ്റലിൽ കടന്ന് പകൽ ജീവിച്ച് ഓരോന്നിനെയായി ഞാൻ വക വരുത്തും. അമ്മ അരുത്, അമ്മ അങ്ങനെ ചെയ്യരുത്. ചെയ്ത അമ്മ ബന്ധിക്കപ്പെടും, മോക്ഷം കിട്ടാതെ അലയും. കന്യകയുടെ രക്തം കുടിച്ച് ശക്തി നേടിയ എന്നെ ബന്ധിക്കാൻ ആർക്കും കഴിയില്ല. നീ എന്നെ തടയാൻ വന്നാൽ നിന്നെ ഞാൻ ബന്ധിക്കും, തളർത്തും ഞാൻ. സർവനാശത്തിന് അമ്മ ഒരുങ്ങുന്നത്. ഞാൻ നശിക്കുകയാണെങ്കിൽ എല്ലാം തകർത്തുകൊണ്ടേ ഞാൻ നശിക്കൂ. ആ ഹോസ്റ്റലിൽ അമ്മ പ്രവേശിച്ച ഞാൻ തടയും. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ തടയും. ഓ, ഇറങ്ങിപ്പോ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇവിടെ ജോലി ചെയ്യാന്നല്ലാതെ വേറെ ഒരു ഉദ്ദേശവും എനിക്കില്ല. ഇതിനകത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ച അത് ക്ഷമിക്കാനാവില്ല. ഇന്നലെ രാത്രിയിൽ എന്തൊക്കെയാ നടന്നത്? നിങ്ങൾ ഇവിടുത്തെ കുട്ടികളെക്കാൾ പ്രശ്നക്കാരിയായിരിക്കുകയാണല്ലോ. കുക്കിന്റെ പണി ചെയ്യാനാ നിങ്ങൾ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പിള്ളേരുമായി തല്ലുണ്ടാക്കാനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും നടന്നാൽ എനിക്ക് നടപടിയെടുക്കേണ്ടി വരും. ആ 5 പിള്ളേരാണ് ഇതിനെല്ലാം കാരണം. മേഡം അവരെ വഴക്ക് പറയണം. ആ പിള്ളേരെ എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം കുറ്റം മറയ്ക്കാൻ വേണ്ടി അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടുന്ന എന്തിനാ? മേഡത്തിന് അവര് നല്ല പിള്ളേരായിരിക്കും. എനിക്ക് അവരെ പറ്റി അഭിപ്രായമില്ല. അവരാണ് ഈ ഹോസ്റ്റലിലെ എല്ലാ പ്രശ്നത്തിനും കാരണം. എനിക്കെതിരെ നടപടിയെടുക്കുന്ന പറഞ്ഞ മാഡം അവർക്കെതിരെ നടപടിയെടുക്കാൻ എന്തിനാ പേടിക്കുന്നേ? പിള്ളേരെടുത്തിട്ട് കൊടയൊന്ന് പേടിച്ചാണെങ്കിലേ അത് വേണ്ട മേഡം. ഞാൻ കൂടെയുണ്ട്. അവരെ ഞാൻ നിലയ്ക്ക് നിർത്തി തരാം. Shut up. എനിക്ക് ആളെ തല്ലാൻ ഒരാളെ അല്ല വേണ്ടത്. ഇവിടുത്തെ കുട്ടികൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു കുക്കിനെയാണ്